ഇതിനെ അങ്ങ് ഒഴിവാക്കിക്കള സാറേ. ജീവിച്ചിരിക്കുന്നവരെങ്കിലും രക്ഷപ്പെടട്ടെ. എടോ അതെങ്ങനെയാടോ താൻ പറയുന്നേ? ഞാനൊരു കാര്യം പറയാം, സാർ അതിന് സമ്മതിച്ചു തന്നാ മതി. നിന്റെ മനസ്സിലില്ലായിരിക്കും, പക്ഷേ നിന്റെ ഭാര്യയുടെ മനസ്സിലുണ്ട്. വ്യക്തമായ പ്ലാനിംഗ് ഉണ്ട്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഒരു സ്കൂൾ മാനേജറായി എനിക്കുണ്ട്. ഒരാളും ഇക്കാര്യത്തിൽ തെറ്റുകാരല്ല. തെറ്റുകാരൻ ഞാനാ. ഞാനാ അവനോട് പറഞ്ഞത് എൻ്റെ ഈ രോഗം ഒരു ആരോടും പറയണ്ടെന്ന്. അമ്മയും നീയും ഒക്കെ സങ്കടപ്പെടുമെന്ന് ഓർത്താ ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ നീ ഈ രീതിയിൽ ചിന്തിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കൂടപ്പിറപ്പിനെ കുറിച്ചാ നീ പറയുന്നതെന്ന് ഓർക്കണം. ഇനി ഈ കാര്യത്തിൽ സംശയം വല്ലതും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്ക്. ചോദിക്കാൻ വന്ന ഞാനാ ഇപ്പൊ തെറ്റുകാരി. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ തന്നെ. നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ട്, ഞാൻ ഒറ്റ. ആവശ്യം വരുമ്പോ എന്നെ വിളിക്കുമല്ലോ, അപ്പൊ കാണാം. ചേച്ചി നിക്ക് നിക്ക് ചേച്ചി. മോളെ അവിടെ നിക്ക്, പറയട്ടെ. പറഞ്ഞു ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവക്ക് എല്ലാവരോടും ദേഷ്യമായിരിക്കും. എന്തെങ്കിലുമൊക്കെ മരുന്ന് കഴിച്ച് ഈ അസുഖം മാറ്റിയെടുക്കാം. എന്നാലും എന്നോടൊന്നും പറയാതെ മറച്ചു വെച്ചില്ലേ? എടീ, ഇതങ്ങനെ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. നീ ഇങ്ങ് വന്നേ, വാ, ഞാനൊന്ന് പറയട്ടെ. നോക്ക്, എല്ലാം നോക്കിക്കോ. മൂർത്തി, ഞാൻ ചോദിച്ചതിന് മൂർത്തി ഇതുവരെ മറുപടി പറഞ്ഞില്ല. നമ്മള് ഈ കാറ് വിൽക്കാൻ പോവാന്നൊന്ന് ചോദിച്ചേ. ഉടനെ ഒരു പാർട്ടി കുറച്ച് ക്യാഷ് കൊടുക്കണ വരണ. അത് കൊടുത്തില്ലെങ്കിൽ ചെക്ക് കേസ് ഞാൻ അകത്താവും. കാർ നമുക്ക് ഇനിയും വാങ്ങിക്കാമല്ലോ. തൽക്കാലം പിടിച്ചു നിൽക്കാൻ ഇത് മാത്രമേ ഒരു വഴിയുള്ളൂ. പ്ലീസ്. സാറെന്താ ഇവിടെ? എനിക്കേ ഇവിടെ ഒരു പെണ്ണ് കാണൽ ചടങ്ങുണ്ടായിരുന്നു. ഈ പ്രായത്തിലോ? അവിടെന്ന് എന്താണ് അതിന്റെ ഉദ്ദേശം? കളിക്കും ചിരിക്കും ഒക്കെ ഞാൻ കൂടും, പക്ഷേ ദേ എന്റെ കാര്യം നടന്നില്ലെങ്കിലേ പിന്നെ എനിക്ക് ഭ്രാന്താ. സാറേ, കുറച്ച് സാവകാശം കൂടി തരണം. ശാന്തയെ തിരിച്ച് ആ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൾ അത് സെറ്റ് ചെയ്തോളും. ഇന്ന് നമ്മൾ ആ കുട്ടിയെ എടുത്തിരിക്കും. നീ ഇത് പറയാൻ തുടങ്ങിയിട്ടേ കുറെ ഇരുട്ടി വെളുത്തു. കേട്ട് കേട്ട് എനിക്ക് തന്നെ മടുപ്പായി. ഇതങ്ങനെയല്ല സാറേ, തന്ത്രപരമായ നീക്കത്തിലൂടെയാ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിന്റെ എല്ലാ തന്ത്രങ്ങളും എനിക്ക് അറിയാവുന്നോണ്ട് പറയാ. നാളെ രാവിലെ വിളിക്കുമ്പോ അയ്യോ സാറേ അതൊന്നും നടന്നില്ല എന്നെങ്ങാനും പറയാനാ ഉദ്ദേശമെങ്കിൽ ദേ ഒരു കാര്യം നീ ഉറപ്പിച്ചോ, എന്റെ കാശ് വെച്ചിട്ടേ നിന്നെ എന്റെ മുന്നിൽ നിന്ന് ഞാൻ വിടത്തുള്ളൂ. എന്റെ സാറേ, ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല. പ്ലാനും പദ്ധതിയും തയ്യാറാക്കിയത് ഞാനും അവളും കൂടിയാ. എന്റെ ഭാര്യ ശാന്തേ. സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പം കേൾപ്പിച്ചുതരാം. വിളിക്കും. ഇപ്പൊ എടുക്കും എടുക്കും. എടുക്കുന്നില്ല. എന്തു പറ്റിയടാ, ഫോൺ എടുക്കുന്നില്ലേ? എന്തെങ്കിലും തിരക്ക് കാണും. സാറ് പേടിക്കണ്ട, തിരിച്ചു വിളിക്കും. ഞാനെന്തിനു പേടിക്കണം? പേടിക്കേണ്ടത് നീയാ. എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിരിക്കുന്നത് നീയാ. രാജേന്ദ്ര, ഇന്ന് രാത്രി എനിക്ക് കുട്ടിയെ കിട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ നീ വിവരം അറിയും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇയാൾക്ക് ഭ്രാന്താണ്. കൊച്ചിനെ കൊടുത്തില്ലെങ്കിൽ ഈ കാലം വേണം, കാലം കുറവുണ്ട് എന്നെ കൊല്ലും. അത് ശരി. കിടന്നുറങ്ങാൻ പറഞ്ഞിട്ട് വീണ്ടും എഴുന്നേറ്റ് ഇവിടെ വന്നിരിക്കുകയാണോ? കിടന്നുറങ്ങാൻ പറഞ്ഞാൽ ഉറങ്ങാൻ പറ്റണ്ടേ? രാത്രിയിലും ഉറക്കമില്ല.
പിന്നെ ഈ പട്ട പോലെയാണ് തുടങ്ങാൻ പോന്നെ. നമ്മൾ ഇവിടെ കിടന്ന് വേവലാതിപ്പെട്ടിട്ട് ഒരു കാര്യമില്ല സാറേ. മുകളിലിരിക്കുന്നവന് ഓരോന്ന് ചിന്തിച്ച് ആലോചിച്ചിട്ടുണ്ട്, അതുപോലെ നടക്കും. ഇപ്പൊ നമ്മുടെ മുന്നിൽ നടക്കുന്നതൊക്കെ ആരോ ഒരാൾ മുൻകൂട്ടി തയ്യാറാക്കിയ കഥകൾ തന്നെയാ. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കൂ. താൻ ആരുടെ കാര്യം പറയുന്നേ? ഇവിടെ ഇപ്പൊ വേറെ ആരുടെ കാര്യം പറയാനാ? ദൃഷ്ടിദോഷമുള്ള ഒരു കുഞ്ഞു വന്ന് കേറിയാൽ അച്ഛനും മുത്തച്ഛനും ഒന്നും കിടക്കപ്പുറത്ത് ഉണ്ടാവില്ല എന്ന് പറയുന്നത് ശരി തന്നെയാ. അതെ, താനിങ്ങനെ അറിവ് മൂലമില്ലാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ അങ്ങനെയാ. കൃത്യമായിട്ട് അങ്ങോട്ട് പറയടോ. എന്താ ഇപ്പൊ ഉണ്ടായേ? ആ കൊച്ചില്ലേ, പുതിയതായിട്ട് വന്ന് കയറിയിരിക്കുന്ന ആ കൊച്ച്, അത് ഇവിടെയുള്ളവരുടെ എല്ലാവരുടെയും കാലനാ. ഞാനത് എവിടെ വേണമെങ്കിലും എഴുതി ഒപ്പിട്ടുതരാം. ഇപ്പൊ ലേറ്റസ്റ്റ് ആയി കിട്ടിയിരിക്കുന്ന വാർത്ത രാഘവൻ സാറിന് കേൾക്കണോ? അതിന്റെ മുത്തച്ഛനുണ്ടല്ലോ ഗോപാലകൃഷ്ണൻ, അയാളെ പോലീസ് വിളിച്ചോണ്ട് പോയി. അതെന്തിനാ? കാണിക്ക വഞ്ചി മോഷണം. ദൈവത്തിന്റെ മുതൽ കട്ടെടുക്കാൻ പോയതിന് പോലീസ് പൊക്കിയെന്നു. ഞാനതൊന്നും വിശ്വസിക്കത്തില്ല. ഞാനും അത് വിശ്വസിച്ചില്ല. പക്ഷെ കാര്യങ്ങളൊക്കെ സത്യമാണ്. ഹോസ്പിറ്റലിൽ ശാലിനി കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് ഈ കുഴപ്പം പിടിച്ച കൊച്ചിനെ വാങ്ങി താലോലിച്ചിട്ടാ ആ മുത്തച്ഛൻ ഈ പണിക്ക് പോയത്. പിന്നെ പിടികൂടാതിരിക്കൂ? എന്തിനാണ് ഇപ്പൊ വേറൊരു ഉദാഹരണം. സത്യാമ്മ ഈ കൊച്ചിനെ വാങ്ങിച്ച് താലോലിക്കുന്നതിന് മുമ്പ് പോലീസ് വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തില്ലേ? തൊട്ടു പിന്നാലെ വീണ്ടും എടുത്തപ്പോ തലയും കുത്തി വീണില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ആ കൊച്ച് കലികാല സന്തതിയാണെന്ന്. നിൽക്കുന്നിടോ ചെല്ലുന്നിടോ മുടിയും. എടോ, അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഴുത്തിരിച്ച് കൊല്ലാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്താ സാറേ പറ്റാത്തത്? നിലനിൽപ്പാണ് പ്രശ്നം. ഓരോരുത്തരും അവനവന്റെ നിലനിൽപ്പ് നോക്കിയാണ് ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിനും കുഴപ്പമില്ലാതെ മുന്നോട്ടുള്ള പോക്കിനും തടസ്സമായി വരുന്നവരെ നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം. അതിൽ ഒരു സംശയവും വേണ്ട. ഇന്നലെ ആ വീട്ടിലെ മുത്തശ്ശന് പണി കിട്ടിയാൽ ഇന്ന് കിട്ടാൻ പോകുന്ന ഈ വീട്ടിലെ മുത്തശ്ശനായിരിക്കും. ചുമ്മാ വേണ്ട, ഇയാൾ എന്ത് വാർത്തകൾ പറയുന്നേ? അല്ല, എന്നാലുവേ ഈ ഗോപാലകൃഷ്ണൻ എന്തോന്നാ ഈ കാണിച്ചേ? ആരെങ്കിലും ഇങ്ങനെ ഒരു സാഹസം കാണിക്കുവോ? മോള് കളക്ടറായിട്ടിരിക്കുമ്പം അച്ഛൻ മോഷണ കുറ്റത്തിനെ ജയിലിൽ പോകാന്നിറങ്ങ. ഇതിപ്പോ ഒരു നാണക്കേടുണ്ടോ? ആളുകളെ മുഖത്തെ ഇനിയിപ്പം അവള് ശാലിനി എങ്ങനെ നോക്കും? അറിഞ്ഞുകൊണ്ട് അയാൾ ഇങ്ങനൊരു കാര്യത്തിൽ ചെന്ന് ചാടി കൊടുക്കുവോ? അതാ സാറേ ഞാൻ പറഞ്ഞതും ഗോപാലകൃഷ്ണൻ സാറ് പെട്ടുപോയതായിരിക്കുമെന്ന്. ഈ കൊച്ചിന്റെ ദോഷം കൊണ്ട് ഇതും ഇതിലപ്പുറവും സംഭവിക്കും. ധനനഷ്ടം, മാനഹാനി, ജയിൽവാസം. ഒരു കുടുംബം തകർന്നു പോകാൻ ഇതൊക്കെ ധാരാളമല്ലേ? ഇനിയിപ്പോ എന്തോ ചെയ്യണമെന്ന് അയാൾ പറയുന്നേ? നമുക്ക് ദോഷമായി വരാതിരിക്കാനുള്ള മാർഗം നോക്കുക. അവനവന്റെ തടി അവനവനും കാക്കുക എന്ന് പറയാറില്ലേ? അവസാന കാലത്ത് ജയിലിലൊന്നും പോയി കിടക്കണമെന്നില്ലെങ്കിൽ ആലോചിച്ച് വേണ്ടത് ചെയ്യാം. ഇയാളെ മനസ്സിൽ എന്തോ ഇങ്ങോട്ട് പറ. ഇതിനെ അങ്ങ് ഒഴിവാക്കിക്കള സാറേ. ജീവിച്ചിരിക്കുന്നവരെങ്കിലും രക്ഷപ്പെടട്ടെ. എടോ, അതെങ്ങനെയാടോ താൻ പറയുന്നേ? ഞാനൊരു കാര്യം പറയാം, സാർ അതിങ്ങ് സമ്മതിച്ചു തന്നാ മതി.